എന്താ കൊറേ പട്ടിയോ? ഇത്രയും നേരം നമ്മളിവിടെ ഇടോ അത് വേണ്ട ഇനി എടുത്തില്ലടാ. അതിന് ഭക്ഷണം പോലും വേണ്ട. ഇതേറാ വരുന്നടാ. ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. സ്കേറ്റിംഗ് കൂടി അറിഞ്ഞായിരുന്നു. ഇത് സുന്ദരമായിട്ട് പോയിരുന്നു. എടാ നമ്മൾ എവിടെ എത്തി നോക്ക്. ഞങ്ങൾ അന്ന് ചായ പിടിച്ച അവിടെ എത്തിപ്പോൾ നല്ല ഷോർട്ടായിരുന്നു കേട്ടോ. ഇന്നലെ വന്നപ്പോൾ കണ്ടില്ലേ ആ റോഡല്ല ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താ വില്ലേജിൻ്റെ പേര്? ബർഷിനി എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബർഷിനി വില്ലേജിൽ നിന്ന് നമുക്ക് ബസ് കിട്ടുമെന്നാണ് അവിടെ നിന്ന് കണ്ട ദീദിമാർ പറഞ്ഞത്. അപ്പോൾ റോഡ് നോക്ക് വളരെ അവസ്ഥയാണ്. ഇതിലാണോ ഇതിലായിരിക്കും. ആഴം എല്ലാം പോയാൽ തീരുമാനമാവും. ദിസ് ഈസ് ബർഷിനി വില്ലേജ്. ഐ തിങ്ക് താഴെയാണ് ബർഷിനി വില്ലേജ് എന്ന് തോന്നുന്നു. നമ്മൾ എത്താറായി ഏകദേശം. സോ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കുന്ന സീനാണ്. സോ എടുത്തുവിടാം. നല്ല ടാസ്ക്കാണ് ഗൈസ്. അയ്യോ പണ്ടാരം മടുത്ത്. അയ്യോ നോക്ക് ഫുള്ള് മല. 4 മൂലയ്ക്കും മലയതാ. ഈ സൈഡും മല, ആ സൈഡും മല, ആ സൈഡും മല, ആ സൈഡും മല. ആട്ടെ താഴെ എത്തട്ടെ, ചായ കുടിക്കണം. സോ ഗായ്സ് വി ആർ മേക്കിംഗ് ആൻ അമേസിങ് തിങ് ടുഡേ. സോ ഒരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ അടുത്ത് മിൽക്ക് പാക്ക് ഇതൊക്കെ മാറ്റി വെക്കട്ടെ, ബാഗ് മാറ്റി വെക്കട്ടെ. താഴത്തെ ഡെപ്ത് കാണണോ? ഇതാണ് താഴത്തെ ഡെപ്ത് കേട്ടോ. അതുകൊണ്ട് ഇതാണ് പണി മൊത്തം. 3 ഗ്ലാസ് ഉണ്ട്. ஒரு கிளாஸ் டோட்டலாக 3 கிளாஸ் இருக்குது. அப்படியே இங்கே இருக்கட்டும். பார்த்துக்கிட்டே இரு. சுகர் அது கிளாஸ்ரா இருறா, இல்லைன்னா பறந்து போயிடும். கொஞ்சம் கொஞ்சமாக சுகர் போட்டுறணும். அப்படியே ஃப்ரெஷ் பால், ஃப்ரெஷ் மில்க்கை ஊற்ற போகிறோம். வேறு எதுவும் இல்லை கேട്ടോ. அவ்வளோதான் முடிஞ்சுது. இதான் நம்ம ஸ்பெஷல் பாரு. 3 இருக்குது. அப்புறம் ப்ரெட்டும் இருக்குது. എടാ ഇളക്കാൻ എന്ത് ചെയ്യാ? ഇതൊക്കെയാണ് ലൈഫ്. ഇതൊക്കെ എൻജോയ് ചെയ്യാണ്ട് എങ്ങോട്ട് പോയാലും എങ്ങോട്ട് എന്ത് കാണിക്കാനാ അല്ലേ? എന്തൊക്കെ എന്തൊന്ന് എൻജോയ് ചെയ്യാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ദൈവം നമ്മളോട് ചോദിക്കും, ഇതൊക്കെ നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് എൻജോയ് ചെയ്തില്ല എന്ന് ചോദിക്കും. അത് കേൾക്കാൻ വേണോ? അങ്ങനെ മുക്കുക. എത്ര വേണം? പട്ടിക്ക് അടിയിൽ കൊടുക്കാമല്ലോ ഒരെണ്ണം. അടിയിൽ കൊടുക്കാം അല്ലേ? 2.5 മണിക്ക് കൊടുക്ക്.
ആ ഇത് പപ്പായ എടുത്തോ, അല്ല ഇത് രണ്ടാളും കൂടെ എടുത്തോ. പാല് വേണോ ഇനി? വേണോ? പാലുണ്ട്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മുക്കുക. Guys, so we got a taxi, man. And 200 രൂപ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ 2 പേരുണ്ട്. ഞങ്ങൾ മടുത്ത് ശരിക്കും. ശേഷം വന്നുകൊണ്ട് ഞങ്ങൾ കയറി. ഇല്ല ഞങ്ങൾ നടക്കുമായിരുന്നു. ഹാ പത്തായ എന്തരാ കുറെ പട്ടിയോ? വരുന്നുണ്ട് വരുന്നേടാ. എന്തൊരു സ്നേഹമാണ് നോക്ക്. എനിക്ക് വയ്യ. വണ്ടിയിൽ പോകുന്നൊരു സുഖം കൂടി ഒന്ന് അറിയാന്ന് വിചാരിച്ചു. എന്താ മോനെ, നമ്മളിതൊക്കെ കേറിയിട്ടല്ലടാ വന്നേ, ഇതൊക്കെ നമ്മള് നടന്നല്ല വന്നേ. എന്താ കളിയാ. ഒരാൾക്ക് എത്ര തരൂടാ അപ്പൊ? 200 ഡിവൈഡ് 3. ഇത്രയും നേരം നമ്മളിവിടെ ഇടോ അത് വേണ്ട ഇനി എടുത്തില്ലടാ. അതിന് ഭക്ഷണം പോലും വേണ്ട. ഇതേറെ വരുന്നടാ. വാട്ട് ദ ഫക്ക്. എന്റെ മോനെ അതിനകത്ത് പോലും വേണ്ട. എന്റെ പൊന്നളിയോ സീനി. What an amazing man. This is amazing. Wow. டேய் இந்த மாதிரி பட்டியெல்லாம் நீ பார்த்துருப்பியாடா மணி? இந்த மாதிரி பட்டியை பார்த்துருப்பியாடா? பார்த்துருக்கியா? டேய் பார்த்துருக்கியாடா இந்த மாதிரி பட்டியை? നീ பார்த்துருக்கியாடா? എന്താലേ അതിന് ഞാൻ ബ്രെഡ് എടുത്തപ്പോൾ ബ്രെഡ് വേണ്ട അതിന്. അത് ആദ്യം നല്ലോണം തിന്നോണ്ടിരുന്ന കേട്ടോ. അതിനിപ്പോൾ വേണ്ട. അതിന് നമ്മളോട് പറഞ്ഞു. നമ്മൾ വണ്ടി കയറി പോയി പട്ടി പുറകെ വരിക. 10 കിലോമീറ്റർ ഉണ്ട്. വരിക നോക്കാം. വരൂടാ അത് വരൂടാ. ഇത്രയും വരാൻ പറ്റിയെങ്കിലാണോ? നിന്നോ എന്താ മോനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. ട്രക്കിംഗ് ആണോ? അല്ല, ഗ്രാമവാസിയാണ്. നമ്മളെപ്പോലെ ഇവിടെ 20 കിലോമീറ്റർ ട്രക്ക് ചെയ്യാനൊന്നും ഇവിടെ ഒരുത്തനം കൊണ്ടാവില്ല. അങ്ങോട്ട് 30 കിലോമീറ്റർ, ഇങ്ങോട്ട് 20 കിലോമീറ്റർ. നമ്മൾ ഇങ്ങോട്ട് നമുക്ക് ആഹാ क्या हो गया? कुछ गिर रहा है आपके बैग से पानी? यस नहीं कोई प्रॉब्लम नहीं. इधर कुछ और नहीं. നമ്മുടെ പാലിൻ്റെ ബാക്കിൽ നിന്ന് ചെറുതായിട്ട് ലീക്കാവെന്ന് പറഞ്ഞപ്പോൾ അതാണ് ആശം. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ 30-ന് മുകളിലായിട്ടോ. കാരണം ഞങ്ങൾ ചെക്കന്മാരുടെ കൂടെ കൂടി ഇന്നലെ കണ്ടില്ലായിരുന്നോ. അപ്പോൾ ചെക്കന്മാരുടെ കൂടി കുറച്ച് നാൾക്ക് നമ്മൾ നല്ല ഡിസ്റ്റൻസ് വന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ നേരെ ഷോർട്ട് കട്ടാണ് വന്നത്. നമ്മൾ വേറെ ഏതോ ഒരു വില്ലേജിൽ കൂടെയാണ് കയറി വന്നത്. അടിപൊളിയായിരുന്നു. 6 കിലോമീറ്റർ നമ്മൾ വണ്ടി വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ പോലും. അതായിരുന്നു. ഇപ്പോൾ പറഞ്ഞു ഗുരുദ്വാരയിലെ സ്റ്റേറ്റില്ല. ഇപ്പോൾ പറഞ്ഞു രാമമന്ദിർ ഉണ്ട്, രാമമന്ദിറിൽ സ്റ്റേറ്റ്. അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇന്ന് അഭി ഓ ഉധർ ഫ്രീ ആണോ? मंदिर गुरुद्वारा फ्री रहता है. हाँ ठीक. आई थिंक गुरुद्वारा में चार्ज करता होगा शायद. नहीं, खाना वाना फ्री रहता है. हाँ स्टे का उतना पता नहीं है. मैं हो है वहाँ पे रहता है.
अभी अभी मिलेगा मिलेगा टाइम कोई टाइम है ना उसका टाइम है 24 आवर ओपन रहता है। ओह ठीक है ठीक है। अभी हम कश्मीर में गुरुद्वारा पर चला गया वो बता दिया हमको 7 o'clock और पर 9 o'clock भी है हम ओपन करेगा। सो तो 7 PM को अंदर हम गुरुद्वारा पर आना चाहिए। नहीं इधर नहीं है, इधर नहीं है कोई प्रॉब्लम नहीं है। 24 आवर। ठीक है ठीक है। हम इधर से पूरा का पूरा टॉस पर ट्रैक कर दिया। इधर से 21 किलोमीटर डिस्टेंस है तोश का। हाँ शायद इतना ही रहेगा 21 एंड बैक वी जस्ट अभी बैक आने के पास अभी कोई विलेज वाला बता दिया हमको एक शॉर्टकट है तो हाँ। हम उधर आ गया। शॉर्टकट में सही है। हाँ സോ ഗായ്സ് ഹെവി ആർ നമ്മൾ ഇവിടെ സ്ഥലത്തി ഇവിടെ നോ എൻട്രി. ഓക്കെ നമ്മളിവിടെ മറ്റേ സ്ഥലത്തിന് പറഞ്ഞാൽ സ്ഥലം മണികരൻ. യെസ് മണികരൻ. നമ്മളിപ്പോൾ സ്റ്റേ നോക്കാൻ വേണ്ടി പോണ്. നമ്മൾ നേരെ ഇപ്പോൾ ആദ്യം പോകുന്നത് രാം മന്ദിറിലേക്കാണ്. സോ രാം മന്ദിർ കഴിഞ്ഞിട്ട് ഗുരുദ്വാരയിൽ പോയി ചെക്ക് ചെയ്യുന്നു എല്ലാം കിട്ടുമെന്ന്. देखो भाई പില്ലോ റേഞ്ച് ഇവിടെ എല്ലാം കിട്ടൂലേ. അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ. വ്യൂ മാൻ. ഹോട്ട് വാട്ടർ ആണ് കേട്ടോ അത്. സ്പ്രിങ് മണ്ണിനടിയിൽ നിന്ന് വരുന്നത് സീന വെള്ളച്ചാട്ടം. ഇതിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ ഐസും കട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നോക്ക് ചൂടുവെള്ളം ഏതോ വരും നോക്ക്. എടോ ലാവ കേട്ടോ. കണ്ടോ ആവി വരുന്നുണ്ടോ? എന്താ പറയുക സ്പ്രിങ് ആണത്. അവിടെ നിന്നാണ് മറ്റേ ചൂടായിട്ട് മണ്ണിനടിയിൽ നിന്ന് ലാവ ചൂടായിട്ടുള്ള അതിൻ്റെ വെള്ളം വരിക. ഇപ്പോൾ നമ്മളുള്ള മണികർണിലെ മാർക്കറ്റിലാണ്. ഇതാണ് മണികർണിലെ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ഇവിടെ നമുക്ക് മാർക്കറ്റ് പിന്നെ തോഷിലേക്ക് പോയി കഴിഞ്ഞാലൊന്നും അവിടെ നിന്ന് അധികം മാർക്കറ്റുകൾ അവൈലബിൾ അല്ല. കാരണം തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ നിന്നാണ് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പോകുന്നിടത്ത് നമ്മൾ ഗ്ലൗസ് നോക്കി നമ്മുടെ അടുത്ത പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ മണികർണിലെ ഷോപ്പിലൊക്കെ വന്ന് നോക്കിയാൽ സാധനം കിട്ടുള്ളൂ പറഞ്ഞത്. നല്ല ടൂറിസ്റ്റുകളുള്ള നല്ല സ്പോട്ടാണ് കേട്ടോ. എൻ്റെ മന നല്ല തണുക്കുന്നുണ്ട്. തണുപ്പ് നല്ലോണം വരുന്നുണ്ട്. നല്ലോണം തണുക്കുന്നുണ്ട്. കൈയും കാലൊക്കെ ഇങ്ങനെ മരച്ച് ഫ്രീസാവുന്ന പോലത്തെ ഒരവസ്ഥയിലേക്കാണ് വന്നുകൊടുക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. അവിടെ ടാക്സിക്കാരന് 200 രൂപ സംതിങ് ആണ്ട് എമൗണ്ട് കൊടുത്തിരുന്നത്. കുഴപ്പമില്ല. പിന്നെ ഇത്രയും നടക്കണ്ടേ. ഇതിപ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കും. നമുക്ക് സമയം ലാഭിച്ച് പിന്നെ 200 തന്നെ ഓൾറെഡി ലാഭിച്ച്. ലാഭിച്ചില്ല, നമ്മൾ നടന്നില്ല, സമയം ലാഭിച്ചില്ല. സോ പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല. അയ്യോ രസമുണ്ട്. എല്ലാവരുടെ ഡ്രസ്സുകളുണ്ടോ? ഡ്രസ്സൊക്കെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ആണ് ഷോപ്പ്. എന്തോ ഞാനോർത്ത് പുകയിലായിരിക്കുന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ. ഞാനിങ്ങനെ നടക്കാം. മാർക്കറ്റും കണ്ടിങ്ങനെ നടക്കുന്നു. सब्जी और राम मंदिर किधर है? उधर वाला
ഇതാണ് കേട്ടോ രാം മന്ദിർ. നമ്മളിവിടെയാണ് ചോദിക്കാൻ പോകുന്നത്. പ്രാചീൻ ശ്രീറാം മന്ദിർ. ഓക്കെ, ലെറ്റ്സ് സീ. This is Ram Mandir, guys. प्राचीन श्री राम मंदिर व सराय साराय Let's see. കിട്ടുമല്ലോ നോക്കാം. ऑफिस इंक्वायरी. सब्जी स्टे करने के लिए कोई ऑप्शन है? हाँ हाँ 3. हाँ आधार. എടാ ആധാർ. സോ ഗൈസ് ഉണ്ട് റൂം. മറ്റേ സാധനം വേണം, ആധാർ കാർഡ്. സോ മണീൻ്റെ പേരിലാണ് നമ്മൾ എടുക്കുന്നത്. सब्जी फूड भी मिलेगा? हाँ 500 में सारा कुछ है. हाँ 500 रूम सेवा तो है ना. 500 देना रूम का ना. क्या फूड फ्री फ्री मिलेंगे. रूम को कितना हो जाएगा? 500. तो 300 കൂടി 500 രൂപ റൂം. अभी रुको 500 രൂപ റൂമിന് 300 കൂടി. अभी इधर फ्री नहीं है रूम नहीं. अभी ओके ठीक है. गुरुद्वारा पर चल रहे गाइस. ഇവിടെ ഫ്രീ അല്ല ഗായ്സ്. നമ്മൾ വഞ്ചിക്കപ്പെട്ടു ഗായ്സ്. എടാ 500 രൂപയ്ക്ക് നിൽക്കേണ്ട വേണ്ടല്ലോ. ഫ്രീ ആണെങ്കിൽ മാത്രമേ നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. അല്ല നമ്മൾ നാളെ വിടും ഡൽഹിക്ക്. രാം മന്ദിറിൽ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ആ സീറ്റ് ഉണ്ട്. നമുക്ക് രാം മന്ദിർ ഇവിടെ ഒന്ന് ഒരു ദിവസം ഇവിടെയൊക്കെ സ്റ്റേ അടിച്ചിട്ടൊക്കെ പോവാ. എന്താ ബച്ചേ ഖോഡോ കുലാനാക്ക സവായ് സാമയ് ഖാർമിയോം മേം സുബഹ്. അപ്പം നമ്മൾ രാം മന്ദിറിൽ നിന്ന് ഇറങ്ങാണ്. രാം മന്ദിറിൽ നമ്മൾ ഉദ്ദേശിച്ചതാണ് കിട്ടില്ല. അവിടെ പിള്ളേരൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട്. നല്ല രസമല്ലേ പിള്ളേരൊക്കെ? യോ 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 ആ പത്താ नहीं छोटा बंदा. നമ്മുടെ ചാനലൊന്നും അങ്ങനെ ഫേമസ് ആയപ്പോഴാണ്. നമ്മളെങ്ങനെ ഫേമസ് ആണ്? നമ്മളെല്ലാവരും അറിഞ്ഞ് ഓരോരുത്തർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ട് നമ്മൾ ആവണം. എനിക്ക് ഫേമസ് ആവണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ മെല്ലെ മെല്ലെ ആൾക്കാരൊക്കെ അറിഞ്ഞ് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ക്ലിക്കാവണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. എല്ലാവരും കണ്ടാൽ മതി, എല്ലാവരും അറിഞ്ഞാൽ മതി. ടച്ച് ഇറ്റ് ഗൈസ്. ഇവിടെ ഹോട്ട് വാട്ടർ കിട്ടും തോന്നുന്നു. ആടോ ഇവിടെ ചൂടുണ്ട് കേട്ടോ. അമ്പ ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഹാ ഹാ സൂപ്പർ സൂപ്പർ. മണ്ടന്മാർ രണ്ടുപേരും അവിടെ നിൽക്കാം. ഡാ ഏവാ മണിക്കരൺ ഗൈസ്. മണിക്കരൺ ഇറ്റ്സ് എ മെയിൻ ടൗൺ ഓഫ് മണിക്കരൺ. നമ്മൾ ഗുരുദ്വാര പോവാണ്. ഗുരുദ്വാരയിൽ എന്താ അവസ്ഥ നോക്കാം. എന്തേ നോക്കടാ, ഫുള്ള് സ്റ്റീമടാ, ഫുള്ള് സ്റ്റീമാണ്. എവിടെയാ ഗുരുദ്വാര സാഹിബ് ദർശൻ? എവിടെ എവിടെ? ഇതല്ലടാ മച്ചാ സംഭവം. എന്തിന്
എടി ഇത് നോക്ക്, ഇതാ ഗുരു കാ റൂം ബുക്കിംഗ് ആ സൈഡാ. വാ, can you see this guys? This is hot water. It's come from deep. Very hot water. നല്ല ചൂടുള്ള സാധനമാണത്. സൈഡിൽ മൊത്തം ഉണ്ട്. നമ്മളിപ്പോൾ ഗുരുദ്വാരേൻ്റെ ഉള്ളിലാണ്. ഗുരുദ്വാരയിൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നാളെ പോകാനുള്ള പ്ലാനാണ്. ഓക്കെ, ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ താഴെ പോകുന്നു, ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ചോറ് ചോദിക്കട്ടെ. ചോറ് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. അങ്ങനെ കുടിക്കണോ? ഇതെങ്ങനെ കഴിക്കണ്ടെന്ന് ഒരു പിടുത്തമല്ല. എടാ നിങ്ങൾ സ്പൂൺ എടുത്തില്ല. കറി ചോദിക്കട്ടെ ഗൈസ്. അപ്പോൾ ഡിന്നറിൻ്റെ ലാസ്റ്റ് എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് പേടിയാവുന്നു കഴിച്ചു വിടുന്നത്, ഒന്നും മനസ്സിലാവില്ല.